കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് നൃത്ത പരിപാടിക്കായി തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മിച്ചത് പരിപാടിയുടെ തലേദിവസം രാത്രിയാണെന്ന് വ്യക്തമായി. 1.5 മണിക്കൂർ സമയം കാത്തിരുന്നിട്ടാണ് നർത്തകർ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം കിട്ടിയത്. സ്റ്റേഡിയത്തിനുള്ളിൽ ആദ്യമുണ്ടായിരുന്നത് ഒരു കാരവാനും ആംബുലൻസും മാത്രമായിരുന്നു. ഈ ഗുരുതരമായ വീഴ്ചയുടെ ഓരോരോ വിവരങ്ങളായി പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് നമുക്ക് വേണം. അഖില നന്ദകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഓരോ ദിവസവും നമ്മൾ എണ്ണി പറയുന്നത് ഇതിന്റെ സംഘാടനത്തിലെ വീഴ്ചകളാണ്. പക്ഷേ നിർഭാഗ്യകരമായ കാര്യം, ഇത് മുഴുവൻ സംഘാടകരുടെ തലയിലേക്ക് മാത്രമായി സർക്കാർ കെട്ടിവെക്കുകയാണ്. PG കൊച്ചിയുടെ അഭിമാനമായിട്ടുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം GCD ആണ് ഉടമസ്ഥർ. പക്ഷേ അതിന് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു സ്വകാര്യ ഏജൻസിക്ക് വാടകയ്ക്ക് നൽകിയപ്പോൾ എന്തൊക്കെയാണ് ചട്ടലംഘനം എന്ന് നമ്മളിപ്പോൾ വ്യക്തമായി. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന അപകടം, പക്ഷേ അതിന് തൊട്ട് പിറകെയുള്ള ദിവസങ്ങളെല്ലാം ഓരോന്നായി ചട്ടലംഘനങ്ങൾ പുറത്തേക്ക് വരികയാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം നിരവധി കടകളുണ്ട് ഇതിനു ചുറ്റും. ഒപ്പം തന്നെ ഇതുപോലെ 7 ഗേറ്റുകളാണ് സാധാരണ ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ളത്. 27 ഗേറ്റുകൾ വഴിയാണ് ഗാലറിയിലേക്ക് ആളുകൾ പ്രവേശിക്കുക. പക്ഷേ 7 ഗേറ്റ് ഉണ്ടെങ്കിലും അന്നേ ദിവസം 4 ഗേറ്റ് മാത്രമാണ് തുറന്നത്. 4 ഗേറ്റിൽ 2 കൗണ്ടറുകൾ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് എൻട്രി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഗാലറിയിൽ ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് എൻട്രി ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാലറിയും ഈ ഗ്രൗണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവിടേക്ക് എൻട്രി ചെയ്യേണ്ട കുട്ടികൾ 1.5 മണിക്കൂറിലധികം കാത്തു നിന്നാണ് ഈ ഗ്രൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. 3 മണിക്ക് വന്നവർ 5 മണിയോടെ മാത്രമാണ് ഈ ഗ്രൗണ്ടിനുള്ളിൽ പ്രവേശിക്കാനായത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ഒന്ന് സൂം ചെയ്ത് കാണേണ്ടി വരും. ഇവിടെ ഈ നർത്തകർ പങ്കെടുത്തൊരു പരിപാടിയിൽ ദിവ്യ ഉണ്ണിയായിരുന്നു മുഖ്യ പ്രചാരകയും നർത്തകിയും. അവർ ഉപയോഗിച്ചിരുന്ന കാരവാനാണ് ഉള്ളിൽ കിടക്കുന്നത്. അവിടെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു അനുമതി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ GCD ഇപ്പോൾ അത് പുറത്തേക്ക് വിട്ട് നൽകാനുള്ള ഒരു അനുമതി നൽകിയിട്ടില്ല ഈ കേസിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ. എന്തായാലും ആ കാരവൻ ഗ്രൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് താഴ്ന്നു പോയി. വലിയ പരിശ്രമം നടത്തിയിട്ടാണ് പിന്നോട്ട് ഇട്ടാൻ കഴിഞ്ഞതും. പിന്നീട് ഉള്ള സമയങ്ങളിൽ അവിടെ നർത്തകരിരുന്നു. പക്ഷേ ഒരു ആംബുലൻസ്, 12,000 കുട്ടികളും വലിയ നർത്തകരും പങ്കെടുത്തൊരു പരിപാടിയിൽ ഒരു ആംബുലൻസ് മാത്രമാണ് ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ മാതാപിതാക്കളടക്കം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായി പുറത്ത് പറയുന്നത്. അവർക്ക് പലർക്കും ഈ വലിയ ചൂടുള്ള സമയമായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്നാണ് പലരും ഡാൻസിനുള്ള ഈ മേക്കപ്പ് ഒക്കെ ചെയ്തു വന്നത്. പലർക്കും വെള്ളം കിട്ടാതിനെ തുടർന്ന് നിർജ്ജലീകരണം സംഭവിച്ചിരുന്നു. തലചുറ്റലുണ്ടായിരുന്നു. വെള്ളം ചോദിച്ചപ്പോൾ സമയത്തിന് കിട്ടിയില്ല. തലചുറ്റി വീണപ്പോൾ ആംബുലൻസ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം മാത്രമാണ്, തിരക്കിലാണ്, ഇവിടെ ഇല്ല എന്നൊക്കെ മറുപടി പറഞ്ഞു. അങ്ങനെ ചട്ടലംഘനങ്ങളുടെ ഒരു വലിയൊരു തുടർച്ചയായിട്ടുള്ള വീഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഈ വഞ്ചന കേസ് രജിസ്റ്റർ ചെയ്തത് ഒരു മാതാവിന്റെ പരാതിയിലാണ്. ബിജിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഇന്നലെ നടന്ന അറസ്റ്റ്, നികോഷ് കുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ സ്റ്റേജ് നിർമ്മാണത്തിലെ പാളിച്ചകൾ, ഒരാൾക്ക് അപകടം പറ്റുന്ന രീതിയിൽ ഒരു വീഴ്ച സംഭവിച്ചെന്നൊരു പരാതിയിൽ കേസിലാണ്. പക്ഷേ ഈ വഞ്ചന കേസിൽ ആദ്യം മുതൽ തന്നെ കൊച്ചി പോലീസ് വളരെ പതുക്കെയാണ് നടപടികൾ നീങ്ങുന്നത്. തെളിവ് ശേഖരിക്കണമെന്നൊരു മറുപടിയൊക്കെയാണ് പറയുന്നത്. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? ഇല്ല. വഞ്ചന കേസിൽ കൊടുത്തതിനുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതേയുള്ളൂ. ഇന്നലെ നികോഷ് അറസ്റ്റിലായത് സ്റ്റേജ് സംഘാടകൻ എന്നുള്ള നിലയിൽ, സംഘാടനത്തിന്റെ, അതായത് ഈ ഉടമ, മൃദംഗാവിഷൻ ഉടമ. 2 അക്കൗണ്ടിൽ ഒരെണ്ണം മരവിപ്പിച്ചു കഴിഞ്ഞു. തുടർന്ന് പോലീസിന്റെ ഒരു നടപടികൾ ഇത്ര കാലതാമസം ഉണ്ടാവുമ്പോൾ ഈ മൃദംഗാവിഷന്റെ എല്ലാ ചട്ടലംഘനങ്ങളും പുറത്തു വരുന്നുണ്ടോ? ശരിക്കും ഈ MLA വീഴുന്ന ആ സാഹചര്യത്തിൽ പോലും സ്റ്റേജിൽ നിന്നും നമുക്ക് നോക്കുമ്പോൾ അവിടെ നിന്നവരുടെ ഒരു വികാരം വെച്ചാൽ, നമ്മൾ ഈ അയലോ ഒരു ടെറസിലോ ഒക്കെ ഒരു തുണി ഇട്ടാൽ അത് താഴെ പോകുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ പോയല്ലോ എന്നുള്ള നിലയ്ക്ക് നോക്കുമല്ലോ. ആ ഒരു ഇതിലൂടെ ഒരു സ്തബ്ധരായതിൽ അപ്പുറമായിട്ട് അതങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. പിന്നീട് അവരുടെ ശ്രദ്ധ, മൃദംഗാവിഷന്റെ ശ്രദ്ധ മുഴുവൻ അവരുടെ പരിപാടി ഹിറ്റാക്കുക, കാര്യം ഈ പൈസ വാങ്ങിച്ചതൊക്കെയാണല്ലോ. രണ്ടാമത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. സത്യത്തിൽ ആഭ്യന്തര വകുപ്പ് വളരെ പെട്ടെന്ന് വളരെ എഫിഷ്യന്റ് ആയ പോലീസ് ഓഫീസേഴ്സിനെ, ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ അന്വേഷണ സംഘം അപ്പൊ തന്നെ ഓർഡർ ചെയ്യും. 1500 രൂപ കൊടുത്തതിന് സ്പിറ്റപ്പ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? 2000-ഉം 1600-ഉമാണ്. 2000 ആദ്യം കൊടുത്തു, 1600 പിന്നെ ഈ വേഷവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ ഇവര് സാരിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ 1600 കൂടെ അയച്ചാലേ സാരി തരുവുള്ളൂ എന്നുള്ള വോയിസ് ക്ലിപ്പ് ടീച്ചറിന്റെ വരികയാണ്. അപ്പോഴാണ് ബാക്കി 1600 അയച്ചു കൊടുക്കുന്നത്. കേസിൽ ഇപ്പൊ എന്താ തുടർ നടപടി, എന്താ പ്രതീക്ഷിക്കുന്നത്? അതിനകത്ത് എന്താണ്, പലരും പരാതി കൊടുക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു ചതി, കുട്ടികളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ഇവരൊരു സാമ്പത്തിക നേട്ടമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത്
ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ എന്നെ വിളിപ്പിച്ച് വേണമെങ്കിൽ സുമോട്ടോ പ്രകാരം എൻ്റെ മൊഴി എടുത്തുകൊണ്ട് ഒരു FIR എൻ്റെ പരാതിയിന്മേൽ ഒരു FIR ഇടാമായിരുന്നു. പോലീസ് അതിൻ്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നോട് വരാൻ പറയുന്നത്. പക്ഷേ അതുമൊക്കെ എന്താ പറയുക, ഞാൻ എൻ്റെ ഇതിന് വളരെ പെട്ടെന്ന് പോയി മൊഴി കൊടുക്കുമായിരുന്നു. അല്ലാതെ അതിനൊരു ധൃതിയിലുള്ള ഒരു അറസ്റ്റ് ഉണ്ടായിട്ടില്ല കേസിൽ. അത് പിന്നെ ഞാൻ രണ്ടാമത് രാത്രി ശരിക്കും ഞാൻ അന്നേ ദിവസം, അതായത് ഈ അപകടം നടന്ന 3-ാം ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 മണി തൊട്ട് രാത്രി 10:30 വരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലായിരുന്നു. ആദ്യം ഒരു മൊഴി എടുത്തു, എന്നെ ഒപ്പ് പോലും ഇടിക്കാതെ തിരിച്ചുവിട്ടു. അത് കഴിഞ്ഞ് പിന്നെ CI എന്നെ വിളിച്ചിട്ട് എന്താ ഒപ്പിടാതെ പോയെന്ന് ചോദിച്ചാൽ രണ്ടാമത് വിളിപ്പിക്കുകയും കുറെ കൂടെ കാര്യങ്ങൾ വിശദമായി നോക്കിക്കൊണ്ടാണ് അന്ന് FIR ഇടാനായിട്ട് ഒരു കേസായി അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ആദ്യം മുതൽ തന്നെ ചട്ടലംഘനങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. പക്ഷെ പോലീസ് എല്ലാം അറിയുന്നത് വളരെ വൈകിയാണ്, അതുകൊണ്ട് നടപടികളും വൈകുകയാണ്. GCDA പറയുന്നത് അവർക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഒന്നുമില്ല, ഓരോ ഏജൻസികൾക്കാണ് അതിന്റെ അനുമതി നൽകേണ്ട ചുമതല, അത് ഈ മൃദംഗോഷനാണ് എടുക്കേണ്ടത്, അത് നേടിയെടുത്ത് കൊടുക്കുകയൊന്നും GCDയുടെ പണിയില്ല എന്ന് പറയുന്നു. പക്ഷേ കൊച്ചി കോർപ്പറേഷൻ തലേ ദിവസമാണ് ഇത്തരം ഒരു പരിപാടി, ഇത്ര വലിയൊരു പരിപാടി ഇവിടെ നടക്കുന്ന വിവരം പോലും കിട്ടുന്നത്. അവർ ആ ദിവസം തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും ആ സ്റ്റേജ് അവിടെ നിർമ്മിച്ചിരുന്നില്ല. പിന്നീട് നമ്മൾ പലതവണ പറഞ്ഞാണ് സമയക്കുറവുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും പോലീസ്, ഫയർഫോഴ്സ്, കോർപ്പറേഷൻ അടക്കമുള്ള GCD അടക്കമുള്ളവരുടെയൊക്കെ ഗുരുതരമായ വീഴ്ചയുണ്ട്. ഉമാ തോമസ് വീണ് ഗുരുതരമായി പരിക്കേറ്റില്ലായിരുന്നുവെങ്കിൽ ഇനിയും അത്തരം ചടങ്ങുകൾ അവിടെ നടന്നേനെ എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ സഹോദരി പറഞ്ഞ വളരെ ശരിയാണ്. അയയിൽ വിരിച്ചിട്ടിരിക്കുന്ന ഒരു തുണി താഴെ പോകുമ്പോൾ അയ്യോ വീണല്ലോ എന്ന് കരുതുന്ന ലാഘവത്തോടെ അവിടെ നിൽക്കുന്നവർ മരവിപ്പോടെ മനുഷ്യത്വമില്ലാതെ നിന്നു എന്നുള്ളതാണ് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചു പോയൊരു കാര്യം. ഒരു ജനപ്രതിനിധി വീണ്, ഒരു സ്ത്രീ വീണ് ചോര ഒലിപ്പിച്ച് താഴെ കിടക്കുമ്പോൾ ഒന്ന് വാപത്തി നിന്നിട്ട് പിന്നീട് ചടങ്ങുമായി മുന്നോട്ട് പോകാനൊക്കെ തീരുമാനിക്കുന്ന മനുഷ്യരായി നമ്മുടെ ചുറ്റുമുള്ളവർ, പ്രമുഖരടക്കമുള്ളവർ മാറി എന്നുള്ളത് നമ്മളെ അമ്പരപ്പിച്ച് കളഞ്ഞു.